ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളൊന്നും ഡേഞ്ചറസ് ആണ് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ചില കാരണങ്ങളൊക്കെ അവരുടെ മൂഡ് സ്വിങ്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാവാം. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന സൈനുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ്. കാരണം അവർ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഒരു വാർണിംഗ് സിഗ്നൽ ആണെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. സോ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളോട് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇതിന്റെ വേറൊരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, അവർ പൊതുവെ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ കുറവായിരിക്കും. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തി, എസ്പെഷ്യലി ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അവൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ, അവൾ നിങ്ങളോട് കുറേ സംസാരിച്ചു കഴിയുമ്പോൾ അവൾ പോലും അറിയാതെ ആ ഒരു കാര്യത്തിന്റെ എന്തെങ്കിലും ഒരു ഹിന്റ് അവൾ പറഞ്ഞു പോകുമോ എന്നൊരു പേടി അവളുടെ ഉള്ളിലുണ്ടായിരിക്കും. സോ ആ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം സ്ത്രീകളും നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അവർ ഒളിപ്പിച്ചു വെക്കും. ഈവൻ ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവം വെച്ച്, ഇപ്പോൾ ഇന്ന് നിങ്ങൾ രാവിലെ ജോലിക്ക് പോയി, അപ്പോൾ അവർ വീട്ടിൽ മേ ബി ജോലിക്കൊന്നും പോവാത്ത സ്ത്രീകളാണെങ്കിൽ ഇരിക്കുന്നവരായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ അന്നത്തെ ദിവസം നടന്ന ചില കാര്യങ്ങളൊക്കെ അവൾ നിങ്ങളോട് പറഞ്ഞിരിക്കാം. അതായത് മുന്നേ ഉള്ള സമയങ്ങളിലൊക്കെ അവൾ നിങ്ങളോട് അതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു കുറച്ചിടയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇടയായിട്ട് അവൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. അവൾ ഇതൊക്കെ നിങ്ങളിൽ നിന്നും വെറുതെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഇതിപ്പം നോർമലി നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഹൈഡ് ചെയ്ത് പിടിക്കാൻ മാത്രമൊന്നുമില്ല. പക്ഷെ അതുപോലും അവൾ നിങ്ങളോട് പറയുന്നില്ല. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ അവർ പറഞ്ഞില്ല എന്ന് വിചാരിച്ച് അതൊരു ഇഷ്യൂ ആക്കണം എന്നല്ല കേട്ടോ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഈ രീതിയിൽ ഒന്നും നിങ്ങളോട് പറയുന്നില്ല, അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് പിടിക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തൊരു കാര്യം നോക്കാന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു വാല്യൂം തരാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒട്ടും അവർ റെസ്പെക്ട് ചെയ്യാത്ത പോലെ പെരുമാറുക. ഇപ്പൊ നിങ്ങൾ അവരുടെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയാണ്, ഇപ്പം എനിക്ക് വയ്യ, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജോലി സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ അതിനെ മൈൻഡ് ചെയ്യാതെ ആയിരിക്കും ഇരിക്കുന്നത്. അതിനിപ്പോ എന്താ, ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്ക് ഉണ്ടാവുക. അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പോട്ടെ എന്ന് പറയാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷനെ വാല്യൂ ചെയ്യാനോ അവർ റെഡി ആവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയും നിങ്ങളുടെ പാർട്ട്ണർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു കൈൻഡ് ഓഫ് വാർണിംഗ് സൈൻ ആയിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി അടുത്ത കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതായത് ഇവർ നിങ്ങളടുത്തുള്ള കോൺവെർസേഷൻസ് ഒക്കെ കുറവായിരിക്കും. പക്ഷേ ഇവർ നിങ്ങളടുത്ത് സംസാരിക്കുന്ന ഒരു ടൈം ഉണ്ട്. അതെപ്പോഴാണെന്നറിയോ? അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അവര് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അത് മേ ബി ഫൈനാൻഷ്യലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യം വരികയാണ്. ആ സമയത്തൊക്കെ അവർ നിങ്ങളടുത്ത് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവർ നിങ്ങളോട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചു, കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളോട് സംസാരിക്കില്ല. ഈ രീതിയിൽ ഒരു ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയർ അവരിൽ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ അവരെ കിട്ടില്ല, പക്ഷെ അവരുടെ ആവശ്യത്തിനൊക്കെ അവർ നിങ്ങളോട് വന്ന് സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്യും. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രീക്വന്റ്ലി മറ്റ് പുരുഷന്മാരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക എന്നുള്ളത്. ഇത് പൊതുവെ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിൽ ആളുകൾ ചെയ്യാറുണ്ട്. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു 90% വരെയൊക്കെ നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റുമെങ്കിലും ചെറിയൊരു ശതമാനമെങ്കിലും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കമ്പാരിസൺ വന്നേക്കാം. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയും, അതുപോലെ നമുക്കത് വല്ലാണ്ട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കാനൊക്കെ ചാൻസുകളുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ച് വേറൊരു പുരുഷനെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ അത് കാര്യമായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യും. സോ നിങ്ങളോട് നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഇതുപോലെ
എന്നും ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അവന് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ ആളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തു തരാത്തെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരിക്കൽ പറയുന്നതല്ല കേട്ടോ, എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു റോങ് ആയിട്ടുള്ള സിഗ്നൽ ആണ് തന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഇനി 5ാമത്തെ കാര്യം, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന് ആ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇനീഷ്യേറ്റീവ് എടുക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തത് സോൾവ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവരതിന് വലിയ മൈൻഡ് ഒന്നും തരില്ല. അത് സോൾവ് ആയാലും ഇല്ലെങ്കിലും അവർക്കൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും ഉണ്ടാവുക. ഒരു സ്ത്രീ ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടായിരിക്കും. കാരണം ഏതൊരു സ്ത്രീകൾക്കും ഒരു പ്രശ്നം ഇങ്ങനെ സംസാരിച്ച് സോൾവ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു സിഗ്നലും അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, ഇങ്ങനത്തെ സിഗ്നൽസ് കാണിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊന്നുമല്ല. ഇത്തരത്തിലുള്ള വാർണിംഗ് സിഗ്നലുകൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. അങ്ങനെ അറിയുന്ന സമയത്ത് മേ ബി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെ അവർ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ റെഡി ആവുന്നില്ലെങ്കിൽ മേ ബി അതിനും പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മി രാഷ്ന സൈനിങ് ഓഫ്.